ചൈന വിനാശകരമായ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. ചൈനയിലെ സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ, കപ്പലുണ്ടാക്കുന്ന കോർപ്പറേഷനിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഹൈഡ്രജൻ ബോംബ് നോൺ ന്യൂക്ലിയർ ബോംബാണ്. ആണവ ബോംബ് അല്ലാത്ത ഏറ്റവും അപകടകാരിയായ ഒരു ബോംബാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്ഫോടനത്തിലൂടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു, അതിന് തീ പിടിക്കുന്നു. ഒരു 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപമുയരും. അതിന് അലൂമിനിയത്തിനെ വരെ ഉരുക്കിക്കളയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നിലവിൽ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകളെയും സൈനിക ദളങ്ങളെയൊക്കെ കത്തിച്ച് ചാരമാക്കാൻ കഴിയുന്ന, എന്നാൽ ആണവ വികിരണ ശേഷിയില്ലാത്ത ഒരു പുതിയ ആയുധം ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടാൻ കഴിയുന്ന തരത്തിലുള്ള മഗ്നീഷ്യം ഹൈഡ്രേറ്റ്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോംബ് അമേരിക്ക ആണ് ആദ്യം ഉണ്ടാക്കിയത്. 5 രാജ്യങ്ങൾക്ക് അത് ഉണ്ടോ? ഇസ്രയേലിന് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. ഇതിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് സാധാരണ പ്ലൂട്ടോണിയോ യുറേനിയോ ബേസ് ചെയ്യാൻ പറ്റും. ഇത് നോൺ ന്യൂക്ലിയർ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മഗ്നീഷ്യം ബേസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു വലിയ കുതിച്ചുചാട്ടമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. മഗ്നീഷ്യത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അത് എന്താ ഡിറ്റനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഇതിനും മാത്രം സാധാരണഗതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഓരോ വർഷവും കുറേശ്ശെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ താപവും മർദ്ദവും അതിനാവശ്യമുണ്ട് എന്നുള്ളത്. പക്കൽ 150 ടൺ മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉണ്ട്. അവരുടെ കയ്യിൽ ധാരാളം ഉണ്ട്. അതാണ് ഓരോ വർഷവും അവരത് ശേഖരിച്ച് കൂട്ടിവെക്കുന്നു എന്നുള്ളതാണ് ഈ മഗ്നീഷ്യം ബേസ് ചെയ്ത് ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചപ്പോൾ. പക്ഷേ ഇതിപ്പോൾ പൊട്ടിച്ച വലിയ താപം ഉണ്ടാക്കുന്ന ഒരു സ്ഫോടനമാണ് നടത്തിയത്. പക്ഷേ അതിൻ്റെ കഷ്ടിച്ച് 2 കിലോഗ്രാമോ മറ്റുള്ള ബോംബ്, ചെറിയ ബോംബാണ് പൊട്ടിച്ചത്. ഇത് ചെറിയ, പക്ഷേ ഗ്രാമുകൾ മതി ഒരു ഏരിയ നശിപ്പിക്കാൻ. അത് മതി, ഉരുക്കിക്കളയും. വലിയ സ്ട്രക്ചറുകളെ ഉരുക്കിക്കളയും ഈ ഹൈഡ്രജൻ ബോംബ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലാണ് ഈ വാർത്ത വന്നത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഹോങ്കോങ്ങിൽ നിന്നാണ് വരുന്നത്. നല്ല പത്രമാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു പഠനത്തിലാണ് ഇങ്ങനെ ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം നടത്തിയ കാര്യം വന്നിരിക്കുന്നത്. പൊതുവെ ലോകം അത് അറിഞ്ഞിരുന്നില്ല. ഇതിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ ചെയിൻ റിയാക്ഷൻ കൊണ്ടൊരു തീഗോളം രൂപപ്പെട്ടു. 1000 ഡിഗ്രി സെൽഷ്യസ് താപമുള്ള തീഗോളം 2 സെക്കൻഡ് നേരത്തേക്കാണ് അത് ഉണ്ടായിരുന്നത്. 2 സെക്കൻഡ് നേരം കൊണ്ടുണ്ടാവും എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ്റെ 705 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിങ്ങനത്തെ കോർപ്പറേഷനുകളുടെയൊക്കെ പേരിൽ പോഷക സംഘടനകളാണ്. അതാ, കപ്പലുണ്ടാക്കലാണ് പേര്. അതെ, പണി ബോംബുണ്ടാക്കല. അതെ, ഇറാനിലൊക്കെ ഈ ജൈവ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആണവായുധത്തിന് അങ്ങനത്തെ കമ്പനികളുടെ പേരാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം മഗ്നീഷ്യം ബേസ്ഡ് സോളിഡ് സ്റ്റേറ്റ് ഹൈഡ്രജൻ സ്റ്റോറേജ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളി നിറമുള്ള പൊടി ആണ് അത്. വളരെ ചുരുങ്ങിയ അവസ്ഥയിൽ ഹൈഡ്രജനെ ഉൾക്കൊള്ളും, കോമ്പാക്റ്റ് ആയിട്ട്. സ്ഫോടകങ്ങൾ വഴി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, പിന്നെ ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നു. ആ ഹൈഡ്രജൻ കത്തുന്നു. അങ്ങനെയാണ് അത്. ഈ നാശം ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വിസ്തൃതിയുള്ള മേഖല തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യും. സൈനിക ഉപയോഗം നിശ്ചയമായും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതല്ലാതെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. മഗ്നീഷ്യം ഹൈഡ്രൈഡ് എവിടെ നിന്ന് ചൈനയ്ക്ക് കിട്ടി എന്നുള്ള ചോദ്യം ഉടനെ ഉണ്ടായി. ഇത് എവിടെയൊക്കെയാണ് ഇനി പീപ്പിൾസ് ലിബറേഷൻ ആർമി വിന്യസിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഉണ്ടായി. മുൻപ് ഈ ഓരോ ദിവസവും ശാസ്ത്രജ്ഞന്മാർക്ക് കുറച്ച് ഗ്രാം മാത്രം മഗ്നീഷ്യം ഹൈഡ്രൈഡ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഉയർന്ന താപവും മർദ്ദവും കാരണം
കാരണം ഈ വായുവിന് എയർ മായിട്ടൊരു സ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് തീ പിടിക്കും, പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വലിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും ഇതിൻ്റെ അകത്ത് കരുതൽ വേണം. പക്ഷെ ചൈനയ്ക്ക് ഷാൻസിയിൽ വലിയ ഫാക്ടറി ഉണ്ടെന്നും മാഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിയുടെ അടിയിലോ മറ്റോ ഒക്കെ ആയിരിക്കും. ഈ 150 ടൺ ഓരോ വർഷവും 150 ടൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1 പോട്ട് സിന്തസിസ് വഴി ആണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചെലവ് കുറഞ്ഞതും സുരക്ഷിതമായതുമായ മാർഗം ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ മഗ്നീഷ്യം ഹൈഡ്രൈഡ് അവർ സബ്മറൈൻ സെല്ലുകളിൽ, മുങ്ങിക്കപ്പലുകൾ, അന്തർവാഹിനികളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ലല്ലോ. അതിനും വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരാൻ പോവാണ്. ഞാൻ വായിച്ചത് ഒരു ചെറിയ തരി മതി വലിയ ഭീമമായ അളവിലുള്ള താപം ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്റ്റീവ് അല്ലാതെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അത് ചെയ്യാം. വൈദ്യുതി ഉണ്ടാക്കലും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അത് ചെയ്യാം. അതുകൊണ്ടാണ് ഈ സബ്മറൈൻ ഫ്യൂവൽ സെൽസിൽ ഇത് ഉപയോഗിക്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്രോണുകളുണ്ടല്ലോ, ഡ്രോണുകളിലെ ഊർജ സംവിധാനം ഈ മഗ്നീഷ്യം ഹൈഡ്രൈഡ് ആക്കി മാറ്റാം. ഡ്രോൺ പവർ സിസ്റ്റംസ് അങ്ങനെ മാറ്റാനും ചൈന ഈ 2 കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ SCMP പത്രത്തിൽ ഹോങ്കോങ് പത്രം അതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയെടുത്താണ് അവർ കൊടുക്കുന്നത്. അതെ, ചൈന അവർക്ക് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കാലത്ത് ഞാൻ സ്ഥിരം നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഇതിൽ വിവരങ്ങൾ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അവിടെയും വരുന്നുണ്ട്. ഉരുക്ക് മറയ്ക്ക് ചോർച്ചയുണ്ട്. അപ്പോൾ വലിയ ടാർഗറ്റുകളെ, ലക്ഷ്യങ്ങളെ ഉരുക്കിക്കളയും. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം നടത്തിയവരാണ്. P5 രാഷ്ട്രങ്ങൾ എന്ന് പറയും. അത് അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നുള്ള ക്രമത്തിലാണ് ഇതുണ്ടായത്. ഹൈഡ്രജൻ ബോംബ് യുറേനിയം 235, പ്ലൂട്ടോണിയം 239 ഇതൊക്കെയാണ് മുമ്പ് പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ 1952 അമേരിക്ക IV മൈക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം നടത്തി. ഫിഷനും ഫ്യൂഷനും ഡ്യൂട്ടീറിയം, ട്രിഷ്യം, ലിത്യം, ഡ്യൂട്ടറൈഡ് ഈ ഹൈഡ്രജൻ്റെ ഹെവി ഐസോടോപ്സ് ആണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹൈഡ്രജൻ ബോംബ് എന്ന്. മാത്രമല്ല മഗ്നീഷ്യം ഡയോക്സൈഡ് വിഘടിക്കുമ്പോൾ വലിയ തോതിൽ H2 ഹൈഡ്രജൻ പുറത്തു വരും. താപം ഉണ്ടാവും. താപം ഉണ്ടാകുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജനോട് വരുമ്പോൾ ഈ താപം കൊണ്ട് ഹൈഡ്രജൻ തീ പിടിക്കും. അതെ, അങ്ങനെ ഹൈഡ്രജൻ വരുന്നത് കൊണ്ട് ആണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിന് തെർമോന്യൂക്ലിയർ ബോംബ്. അതാണ്, തെർമോന്യൂക്ലിയർ ആണ് ശരിക്കും. ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ചൂടാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ എന്ന് പറയുന്ന ആണവ സാധനം ഇല്ല. ഇതിൽ മഗ്നീഷ്യം വന്നു. മുമ്പ് കേട്ടിട്ടുണ്ട്, ന്യൂട്രോൺ ബോംബുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ന്യൂട്രോൺ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് ജീവനുള്ള വസ്തുക്കൾ മാത്രമേ ഇല്ലാണ്ടാവത്തുള്ളൂ. അങ്ങനത്തെ ബോംബുകൾ വരുന്നു പണ്ട് ഞാൻ വായിച്ചു ഓർമ്മയുണ്ട്. ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് ഈ പഠിക്കുന്ന കാലത്ത് ശാസ്ത്രലേഖനമൊക്കെ വായിക്കുമ്പോൾ ന്യൂട്രോൺ ബോംബുകൾ വരുന്നു. അപ്പോൾ ന്യൂട്രോണുകൾ റിലീസാവുകയാണ്. അത് ജീവനുള്ള വസ്തുക്കളുടെ എല്ലാം സെല്ലിലേക്ക് കടന്നു കയറി സെല്ലുകളെ കൊല്ലും. ഫലത്തിൽ മനുഷ്യരാവും. പക്ഷേ കെട്ടിടങ്ങൾക്ക് ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല. കാരണം അടുത്ത അധിനിവേശ ശക്തികൾക്ക് ഇത്രയും പേര് ചത്തു കഴിഞ്ഞാൽ വന്ന് ഈ രാജ്യം, ഏത് രാജ്യമാകട്ടെ, ആ രാജ്യം പിടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ കെട്ടിടം വേണം, വാഹനം വേണം, എല്ലാം വേണം. നശിപ്പിക്കാൻ പാടില്ലല്ലോ. മനോഹരമായ ആശയം. ഇസ്രയേലിന് അത് പറ്റില്ല. കെട്ടിടങ്ങളും കൂടി തകർന്നു പോകണം. അതെ അതെ. അല്ല, അതിട്ടിട്ട് മുഴുവൻ ഹമാസും തീർന്നു പോയാൽ പിന്നെ കുഴപ്പമില്ല. മനുഷ്യന്മാർ മുഴുവൻ തീർന്നു കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ IV മൈക്ക് സ്ഫോടനത്തിന് മുമ്പ് 1951 അമേരിക്ക ഓപ്പറേഷൻ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഫോടനവും നടത്തിയിരുന്നു. എഡ്വേർഡ് ടെല്ലർ, സ്റ്റാനിസ്ലാവ് ഉലാം എന്നീ 2 ശാസ്ത്രജ്ഞന്മാരാണ് ഇതിൻ്റെ കാരണക്കാർ. ഈ ഹൈഡ്രജൻ ബോംബിൻ്റെയൊക്കെ വിധാതാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരാണ്. നമ്മുടെ ഇന്ത്യക്കില്ലല്ലോ. ഇന്ത്യക്കില്ല മഗ്നീഷ്യം ഹൈഡ്രേറ്റ് നമുക്കില്ലേ?
ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ല. നമ്മൾ ഇപ്പോൾ ചൈന നടത്തിയതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ മാർഗത്തിൽ പ്രവേശിക്കേണ്ടതാണ്. അതെ, അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ പോലും അത് പുറത്ത് വിടാത്തതാവാം, നമുക്കറിയില്ലല്ലോ. നമുക്കറിയില്ല, അത് ഏതെങ്കിലും ഒരു ദിവസം സ്ഫോടനം നടക്കുമ്പോഴേ അറിയാം. ഏതായാലും ചൈനയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിലൊന്നായ, ശത്രുരാജ്യം എന്ന് പറയുന്ന കുഴപ്പമൊന്നുമില്ല, ശത്രു തന്നെയാണ് ആണ്. അവിടെയുള്ള ആ രാജ്യം ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഭീകരമായ സ്വഭാവമുള്ള ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു ആയുധം ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്, ആലോചനാ വിഷയമാണ്. അത്യാവശ്യം ചെറിയൊരു ഭയപ്പാട് ഉണ്ടാവേണ്ടതുമാണ്. ജാഗ്രത കൂടുതലും വേണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.